രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഫൈസൽ അസീസിയായിരുന്നു വിവരങ്ങളുമായി. ഫൈസൽ പറയൂ. കാളി, ഏതായാലും രാഹുൽ രാജിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ അല്പസമയം മുമ്പാണ് രാജിക്കത്ത് കൈമാറിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം, സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും രാഹുൽ രാജിവെച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ആരോപണം ഉണ്ടായതിന് പിന്നാലെ അദ്ദേഹത്തിനെതിരെ എന്തായിരിക്കും നടപടി എന്ന് അറിയാനുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. ഇന്ന് രാവിലെ മുതൽ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് രാജിവെച്ചേക്കും എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. അത് ഏതായാലും സത്യമായിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് അദ്ദേഹത്തിന് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇന്നലെ മുതലാണ് അദ്ദേഹത്തിനെതിരെ പീഡനാരോപണം ഉന്നയിച്ചൊരു നടി രംഗത്തെത്തുന്നത്. ഒപ്പം തന്നെ AICCക്ക് നിരവധി പരാതികൾ പോവുകയും ചെയ്തു. AICC അതിൽ ഒരു നിലപാടെടുക്കുകയും ചെയ്തു. അതായത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ ഒരു സമ്മർദ്ദമുണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ AICCയുടെ ഭാഗത്ത് നിന്ന് കടുത്ത അതൃപ്തിയും ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. തുടർന്ന് തന്നെ അത് KPCCക്ക് കൈമാറുകയും ചെയ്തു ആ ഒരു പരാതി എന്ന് പറയുന്നത്. അങ്ങനെ KPCCയുടെ നടപടിയിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചിരിക്കുന്നത്. ഏതായാലും വിഷയം വളരെ ഗൗരവമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇങ്ങനെയാണെങ്കിൽ അടുത്ത പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുലിന് സീറ്റും ലഭിച്ചേക്കില്ല എന്നാണ് അറിയുന്നത്. കാരണം അത്തരത്തിലൊരു നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് രാവിലെ മാധ്യമങ്ങളിൽ രാവിലെ വന്ന റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത്. അതായത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കും. ഒപ്പം തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്ന് അല്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ല എന്നൊക്കെ രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. അത് തന്നെയായിരിക്കും സത്യം എന്നാണ് മനസ്സിലാക്കുന്നതാണ്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചിരിക്കുന്നു. അതായത് അദ്ദേഹത്തിന്റെ അടൂരിലെ വീട്ടിൽ നിന്ന് അല്പസമയത്തിനുള്ളിൽ മാധ്യമങ്ങളെ കാണുമെന്ന വാർത്തക്ക് തൊട്ട് പിന്നാലെയാണ് അദ്ദേഹം രാജിവെച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും അദ്ദേഹം രാജിക്കത്ത് കൈമാറി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ആരായിരിക്കും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ എന്നും കൂടി അറിയേണ്ടതുണ്ട്. അബിൻ വർക്കിയുടെയും KM അഭിജിത്തിന്റെയും പേരുകളൊക്കെ ഉൾപ്പെടെ ഉയർന്നു വരുന്നുണ്ട്. ആരായിരിക്കും നിലവിൽ വൈസ് പ്രസിഡന്റ് ആണ് അബിൻ വർക്കി. അപ്പോൾ സാധ്യത അബിൻ വർക്കിക്ക് തന്നെ എന്ന് പറയാൻ പറ്റുമോ ഈ ഒരു നിമിഷം? കാളി, അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. കാരണം അബിൻ വർക്കി എന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടാണ് ഇപ്പോൾ തുടരുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭാവത്തിൽ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ചില സമയങ്ങളിൽ ഒരു തീരുമാനമെടുക്കാറും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. അബിൻ വർക്കിയാണ് അദ്ദേഹത്തിന് ഒരു മുഖം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അബിൻ വർക്കിയുടെ പേര് തന്നെയായിരിക്കും KPCC അംഗീകരിക്കുക. അത് AICCക്ക് അംഗീകാരം നൽകുക. ചിലപ്പോൾ അബിൻ വർക്കിയുടെ പേര് തന്നെയായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. KPCC അബിൻ വർക്കിയിലേക്ക് തന്നെ നീങ്ങാനാണ് സാധ്യത. ഏതായാലും ഒപ്പം തന്നെ KM അഭിജിത്തിന്റെ പേരും ഉയരുന്നുണ്ടെങ്കിലും കൂടുതൽ സാധ്യത അബിൻ വർക്കിക്കാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഏതായാലും വിഷയം ഇപ്പോൾ ഗൗരവതരമായി മാറിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചിരിക്കുന്നു. ഒരു പീഡന ആരോപണത്തിന് പിന്നാലെയാണ് അദ്ദേഹത്തിൻ്റെ രാജി. അതായത് ഈ ഒരു മുൻ മാധ്യമ പ്രവർത്തകയും നടിയും മോഡലുമൊക്കെയായ ഒരു യുവതിയാണ് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ തനിക്ക് മെസ്സേജുകൾ അയച്ചു എന്നൊക്കെ രീതിയിലുള്ള അശ്ലീല ചുവയോടുള്ള മെസ്സേജുകൾ അയച്ചു എന്നൊക്കെ രീതിയിലുള്ള ഒരു സംഭവം പുറത്തുവിടുന്നത്. അവർ തന്നെയാണ് ഇത്തരത്തിൽ ആ ഒരു സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയുള്ളവ പുറത്തുവിട്ടു. അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ പ്രതിരോധത്തിലാവുന്നത്. ഒപ്പം തന്നെ ഈ പ്രതിരോധത്തിലായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ഇന്ന് AICC വ്യക്തമാക്കുകയും ചെയ്തു. AICCക്ക് വലിയ കത്ത്, AICCയുടെ തീരുമാനമാണ് ഈ ഒരു രാജി എന്നാണ് ലഭിക്കുന്ന സൂചന. അങ്ങനെയാണ് KPCCക്ക് രാജി കൈമാറുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. ഏതായാലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചിരിക്കുന്നു. ഇനി പാലക്കാട് MLA എന്ന പദവിയിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. നേരത്തെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റാണ്, ഇപ്പോൾ പാലക്കാട് MLA കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആരോപണമാണ് ഇത്. കാരണം വലിയ രീതിയിലുള്ള ആരോപണം തന്നെയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ മാത്രമല്ല സംസ്ഥാന കോൺഗ്രസിനെ ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു ആരോപണമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നത്. അതിൽ ശക്തമായി പ്രതിഷേധമുണ്ടാകുകയും ചെയ്തു. BJP പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോഴിയെ എടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വസതിയിൽ, അദ്ദേഹത്തിൻ്റെ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്.
ഒപ്പം തന്നെ BJP നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നലെ മുതൽ പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിലൊക്കെ തന്നെയും ഇന്നലെ മുതൽ അവിടെ പ്രതിഷേധമുണ്ടായി. ഒപ്പം തന്നെ ഇന്ന് DYFI പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ഇപ്പോൾ പ്രതിഷേധം അല്പസമയത്തിന് മുമ്പാണ് പ്രതിഷേധം നടന്നത്. ഏതായാലും എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി പറയാൻ പോകുന്നത് എന്നുള്ള കാര്യം, കാരണം അദ്ദേഹം അടുത്ത മണിക്കൂറുകളിൽ തന്നെ അടുത്ത മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഈ അദ്ദേഹത്തിന് അടൂരിലെ വീട്ടിൽ നിന്ന് മാധ്യമങ്ങളെ കാണുമെന്നുള്ളൊരു അറിയിപ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിക്കുകയാണ്. നമുക്ക് അല്പസമയത്തിനകം തന്നെ ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് രാഹുൽ പ്രതികരിക്കുന്ന ദൃശ്യങ്ങളിലേക്ക് നമുക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ എത്താൻ സാധിക്കുമെന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു തുടക്കഘട്ടത്തിൽ തന്നെ, അല്ലെങ്കിൽ ഈ മാധ്യമങ്ങളോട് ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. അതിനോടൊപ്പം തന്നെ ദൃശ്യങ്ങൾ എത്തുന്ന മുറയ്ക്ക് തന്നെ ആ ദൃശ്യങ്ങളിലേക്കും കൂടെ എത്താം. കാരണം രാജി ആരും ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം ഈ മാധ്യമങ്ങളോട് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. മിനിറ്റുകൾക്ക് മുമ്പ്, സെക്കൻഡുകൾക്ക് മുമ്പ് പ്രതികരിച്ചതാണ്. ഈ യുവനടി തന്റെ അടുത്ത സുഹൃത്താണ് എന്നും കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഫൈസൽ തുടർന്നോളൂ. തീർച്ചയായും ഇത് ഈ ജിൻഡോ ജോണിന്റെ ഒരു ഫേസ്ബുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, അതിൽ പറയുന്നത് ഒരു കോൺഗ്രസ് അനുഭാവിയാണ് ഈ യുവനടി എന്നാണ്. അപ്പോൾ ഈ ആരോപണം അപ്പോൾ അതുകൊണ്ട് തന്നെ തൻ്റെ അടുത്ത സുഹൃത്താണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് എന്നാണ്. അത് ചിലപ്പോൾ സത്യമായിരിക്കാം എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും യുവനടി അടുത്ത സുഹൃത്താണെന്ന് രാഹുൽ പറയുന്നു. ആരോപണം തനിക്കെതിരെയാണെന്ന് കരുതുന്നില്ല എന്നും രാഹുൽ പറയുന്നു. ഒപ്പം തന്നെ ഈ രാജി ആരും ചോദിച്ച്, അതായത് ആവശ്യപ്പെട്ടിട്ടല്ല താൻ രാജിവെക്കുന്നത് എന്നാണ്. അങ്ങനെ ആരോപണം തനിക്ക് എതിരെ അല്ലെങ്കിൽ എന്തിന് രാജിവെക്കണം എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യം ഇപ്പോൾ ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. ഏതായാലും വിഷയം ഇപ്പോൾ ഗൗരവതരമായി തന്നെ മാറിയിരിക്കുന്നു. ഈ അടുത്ത സുഹൃത്താണെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യുവനടി അടുത്ത സുഹൃത്താണെന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ അവരുടെ പ്രതികരണം ഒക്കെ വരാനുണ്ട്. ഇനി എന്തായിരിക്കും ഇതിലെ നടപടി എന്നുള്ളൊരു കാര്യമുണ്ട്. കാരണം ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചുവെങ്കിലും അദ്ദേഹം MLA ആണ്. ഈ MLA സ്ഥാനം കൂടി MLA സ്ഥാനം ഇനി എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യമുണ്ട്. കാരണം ഞാൻ സൂചിപ്പിച്ചു, ഇനി വരും മാസങ്ങൾ മാത്രമാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഇലക്ഷൻ കൂടി താങ്ങാനുള്ള ഇലക്ഷൻ കൂടി നടക്കുമോ എന്നുള്ള കാര്യം, കാരണം ഇത് ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം തുടരുമെങ്കിലും അടുത്ത ടേമിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ സീറ്റ് നൽകില്ല എന്നാണ് അറിയുന്നത്. അത്തരത്തിലൊരു കടുത്ത തീരുമാനത്തിലേക്ക് തന്നെയാണ് AICC എത്തിയിരിക്കുന്നത്. AICC ആ നിർദ്ദേശം KPCC അറിയിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നത്. ആ രാജിവെച്ചതിന് ശേഷം അദ്ദേഹത്തിന് അടുത്ത ടേമിൽ മത്സരിക്കാനുള്ള അവസരം നൽകില്ല എന്നും ആണ് ഇന്ന് രാവിലെ മുതലുള്ള വാർത്തകൾ പുറത്തു വന്നത്. ഏതായാലും ഈ സംഭവത്തിൽ മൗനം വെടിഞ്ഞിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ചെറിയൊരു പ്രതികരണമാണ് നടത്തിയത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇന്ന് രാവിലെ മുതൽ ഈ ആരോപണം വന്നത് മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീടിന് മുന്നിൽ മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണമായി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ അല്പസമയം മുമ്പ് ചെറുതായി ഒന്ന് പ്രതികരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഈ യുവനടി തൻ്റെ അടുത്ത സുഹൃത്താണ്, ഈ രാജി ആരും ആവശ്യപ്പെട്ടിട്ടില്ല, താൻ സ്വയം രാജിവെച്ചതാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. ഈ ആരോപണത്തിൽ തന്റെ പേരില്ല എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദം. ഈ പരാതിയിൽ തന്റെ പേര് പറഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ പറയുന്ന മറ്റൊരു കാര്യം, രാജ്യത്തെ നിയമ സംവിധാനത്തെ വിശ്വസിക്കുന്നു എന്നുള്ളതും കൂടിയാണ് പറഞ്ഞത്. അപ്പോൾ ഒരു നിയമ പോരാട്ടമാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ തന്നെ കരുതേണ്ടി വരും കാരണം ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നടി ഇന്നലെ ഉച്ചയോടെയാണ് മാധ്യമങ്ങൾക്ക് പ്രതികരണം നൽകുന്നത്. അതായത് ഈ തനിക്കെതിരെ ഇത്തരത്തിൽ ഒരു യുവനേതാവ്, ഒരു പ്രധാന പാർട്ടിക്കുള്ളിലെ യുവനേതാവ് തനിക്കെതിരെ ഇത്തരത്തിൽ അശ്ലീല ചുവയുള്ള മെസ്സേജുകൾ അയക്കുന്നു. അദ്ദേഹത്തോട് താനത് പുറത്തു പറയുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് അത്രയ്ക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തുവിടാം എന്നൊക്കെ രീതിയിലുള്ള കാര്യമാണ് അദ്ദേഹം തന്നോട് പറഞ്ഞത്. അപ്പോൾ ഈ മാധ്യമപ്രവർത്തകർ എടുത്തു ചോദിക്കുന്നു, ആരാണ് അദ്ദേഹം? കാരണം അത്തരത്തിലൊരു പ്രധാനപ്പെട്ട യുവനേതാവിനെതിരെ ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുമ്പോൾ ആരായിരിക്കും അദ്ദേഹം എന്ന് തുറന്നു പറയേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട് എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നോ കമൻറ്റ്സ് എന്നല്ലാതെ ഒരു പേര് സ്പെസിഫൈഡ് എടുത്തൊരു പേര് ആ നടി പുറത്തേക്ക് പറയുന്നില്ല. ആ നടി പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരായിരിക്കും ഈ യുവനേതാവ് എന്നറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഹൂ കെയേഴ്സ് എന്ന് അവസാനമായി പറഞ്ഞ അദ്ദേഹം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കാം എന്നുള്ളൊരു അനുമാനത്തിലേക്ക് എത്തുന്നത്.